ഹായ് ഹലോ എവ്രിവൺ. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നൊരു അടിപൊളി കഥ കേട്ടാലോ? ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത് 100 യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എന്ന സിനിമയെ പറ്റിയാണ്. ഇതിൽ ശരിക്കും 3 കഥകളുണ്ട്. ഈ 3 കഥകളും അടിപൊളിയാണ്. പക്ഷേ ഇതിന്റെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒരു കഥയില്ലേ, ഇതൊരു രക്ഷയില്ല. ഈ 3 കഥകളിൽ ഒരു ഭാഗം മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ബാക്കി 2 കഥകൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ എന്നാ തുടങ്ങല്ലേ. ഈ കഥ തുടങ്ങുന്നത് തന്നെ കൂരിരുട്ടിൽ ഒരു സ്കൂൾ കാണിച്ചുകൊണ്ടാണ്. ആ സ്കൂളിലൂടെ ഒരു പെൺകുട്ടി പേടിച്ച് എങ്ങോട്ടോ നടക്കുകയാണ്. ഈ പെണ്ണിനാണെങ്കിൽ അവളുടെ പിന്നിൽ ആരോ ഉള്ള പോലെ തോന്നുകയാണ്. അവളാണെ നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു പൂവിൽ അറിയാണ്ടൊന്ന് ചവിട്ടി പോകുന്നു. പൂവിൽ ചവിട്ടിയ പാടെ തന്നെ അവളുടെ കാലിന്റെ അടിയിൽ നിന്ന് ആരോ ആ പൂവ് എടുത്തിട്ട് പോകുന്നു. ഈ പെണ്ണാണെങ്കിൽ പേടിച്ചിട്ട് ഒന്ന് നേരെ മുകളിലേക്ക് നോക്കിയപ്പോ അതാ നിൽക്കുന്ന ഒരു അടിപൊളി പ്രേതം. ഈ പെണ്ണാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ ആ പ്രേതം അവളുടെ തലമുടി പിടിച്ച് മുകളിലേക്ക് വലിച്ചോണ്ട് പോവാണ്. അവിടുന്ന് ഓടാനുള്ളതിന് അവിടെ വാ പൊളിച്ചു നിന്നാ ഇങ്ങനെ ഇരിക്കും. ഈ സ്കൂളിൽ ഇങ്ങനെയൊക്കെ ഒരു പ്രേതകഥ ഉണ്ടെന്ന് ഈ ഇരിക്കുന്ന മിന്നു അവളുടെ കൂട്ടുകാരികളോട് പറഞ്ഞു കൊടുക്കാണ്. ആ 2 കൂട്ടുകാരികളും പേടിച്ച് ഇതെല്ലാം കേട്ടു ഇരിക്കാണ്. ഈ കൂട്ടുകാരികളാണെങ്കിൽ അവർക്ക് പേടിയൊന്നും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി മോളെ മിന്നെ നിർത്ത്, എന്ത് തള്ളാടി നീ തള്ളുന്നത്, വാ നമുക്കിരുന്ന് പഠിക്കാം, നമ്മുടെ എക്സാം എഴുതി തരാനേ ഈ പറയുന്ന പ്രേതങ്ങൾ ആരും വരില്ല എന്ന് പറയുന്നു. ഇതിലൊരു കൂട്ടുകാരിയാണെങ്കിൽ നിന്റെ ചേട്ടനെ വിളിച്ചിട്ടേ നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് കൊണ്ടുതരാൻ പറ, അതിലാണ് നാളെ സബ്മിറ്റ് ചെയ്യാനുള്ള പ്രൊജക്ട് എന്ന് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മളെ മിന്നിന്റെ ചേട്ടനെയാണ്. പുള്ളിക്കാരൻ ഒരു റീൽസ് അഡിക്റ്റ് ഒക്കെയാണ്. ചേട്ടച്ചാരാണെങ്കിൽ തന്റെ ഫാൻസിനോട് സംസാരിക്കാൻ വേണ്ടി ലൈവും പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനാണെങ്കിൽ ഇൻസ്റ്റയിലുള്ള ഒരു ഫാൻ പെണ്ണിനെ വളയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്. അവളോട് ചാറ്റ് ചെയ്യുന്ന തിരക്കിലും കൂടിയാണ് പുള്ളിക്കാരൻ. ഇപ്പോഴാണ് നമ്മുടെ മിന്നെ വിളിക്കുമ്പോ കാണിക്കുന്ന ഫോണിലെ വാൾപേപ്പർ ഉണ്ടല്ലോ, വാവ് ആയിട്ടുണ്ടല്ലേ. അല്ലേലും എല്ലാ ചേട്ടന്മാരും അനിയത്തിമാരുടെ ഇതുപോലുള്ള നല്ല ഫോട്ടോസ് ആണല്ലോ വെക്കാറ്. എന്തായാലും ഈ ചേട്ടൻ ഫോൺ എടുത്തപ്പോഴേക്കും ഈ മിന്നു പറയാണ്, അതെ എന്റെ ലാപ്ടോപ്പ് എടുത്ത് ഒന്ന് സ്കൂളിലേക്ക് വരുമോ. ഈ ചേട്ടനാണെങ്കിൽ അലറണ്ട, ഇപ്പൊ കൊണ്ടുതരാന്ന് പറയുന്നു. ഒരു പെണ്ണിനെ വളയ്ക്കാ ഈ കുരിപ്പ് സമ്മതിക്കില്ലല്ലോ എന്നും പറഞ്ഞു ഈ ചേട്ടൻ ലാപ്ടോപ്പും കൊണ്ട് നേരെ മിന്നിന്റെ സ്കൂളിലേക്ക് പോവാണ്. ചേട്ടനാണെങ്കിൽ ആ സ്കൂളിലെത്തി വരാന്തയിലൂടെ മിന്നിന്റെ അടുത്തേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോ പുള്ളിക്ക് എന്തോ ഒരു പന്തികേട് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഈ കുരുത്തം കെട്ട പെണ്ണിന് വേറെ ഒരു സമയം കണ്ടില്ല എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താന്നും പറഞ്ഞ് മനസ്സിൽ സകല ദൈവങ്ങളെയും വിളിച്ച് ആ വരാന്തയിലൂടെ നടക്കുമ്പോ അവിടെയുള്ള ബോർഡ് ഇങ്ങനെ ഇളകുകയാണ്. കാറ്റും ചെറുതായിട്ട് അടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഇത് കണ്ടപ്പോ പുള്ളിക്ക് എവിടെയോ എന്തൊക്കെയോ ഒരു പ്രേത സീനൊക്കെ മണക്കുന്നുണ്ടെങ്കിലും പ്രേതമൊക്കെ എന്ത്, ഇതിലും വലിയ പ്രേതത്തിന്റെ അടുത്തേക്കല്ലേ ഞാനിപ്പോ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. വീണ്ടും നമ്മുടെ മിന്നിനെ കാണിക്കാണ്. ഇവളാണെങ്കിൽ ഇവിടെ വീണ്ടും തള്ളി മറിച്ചോണ്ടിരിക്കുകയാണ്. എന്നാ ഈ മണ്ടത്തിക്ക് അറിയില്ലല്ലോ ഇവളീ പറയുന്നത് പോലെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന്. മിന്നാണെങ്കിൽ ഭയങ്കര ഒരു ഹൊറർ മൂഡിൽ കഥ പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മിന്നിന്റെ കൂട്ടുകാരികളാണെങ്കിൽ അതൊക്കെ പേടിയുണ്ടെങ്കിലും ശ്രദ്ധയോടെ കേട്ടോണ്ടിരിക്കുന്നു. സ്കൂളിൽ ഒരു ഗോഡൌൺ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ചില്ലുകൂടും. ആ ചില്ലുകൂടിൻ്റെ ഉള്ളില് ഒരു കോട്ട എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്തിനാ എടുത്തു വെച്ചതെന്ന് നിങ്ങൾക്ക് അറിയോ? അതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്, ഇന്നേ വരെ ആരും കേൾക്കാത്ത, ഈ ലോകം തന്നെ അറിയാത്ത ഒരു കഥ. അപ്പൊ അതിലൊരു കൂട്ടുകാരി ഈ മിന്നിനോട് ചോദിക്കുക, അതെ ഈ ആരും അറിയാത്ത കഥ നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. മിന്നാണെങ്കിൽ കഥയെ ചോദ്യമില്ല, മിണ്ടാണ്ടിരുന്ന് കേട്ടോ എന്ന് പറഞ്ഞ് വീണ്ടും തുടങ്ങുകയാണ്. കോട്ട് ഇടണമെന്ന് ആഗ്രഹിച്ച ഒരു പെണ്ണ് ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ കോട്ട് കിട്ടണമെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്, ഈ സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങി, അതായത് ഫസ്റ്റ് വാങ്ങുന്നവർക്ക് ഈ കോട്ടൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ. ആ പെണ്ണാണെങ്കിൽ ആ കോട്ട് കിട്ടാനായിട്ട് നന്നായിട്ട് പഠിക്കുകയായിരുന്നു. എന്നാൽ എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് മാർക്ക് കുറവായിപ്പോയി. അവൾ ആഗ്രഹിച്ച ആ ഒരു മാർക്ക് കിട്ടാത്തോണ്ട് തന്നെ അവൾക്ക് ആ ഗൗണും ഇടാൻ പറ്റാണ്ടായി. ആ ഒരു വിഷമത്തിൽ ആ പെണ്ണ് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചു. അന്നായിരുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. ഓരോ വർഷവും ആ പെണ്ണ് മരിച്ച സമയമാകുമ്പോ സ്കൂളിൽ ഓരോ ദുർമരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിന്നാണെങ്കിൽ ഇവള് പേടിച്ചു, കുറച്ചുകൂടി ഒന്ന് പേടിപ്പിക്കാന്നും പറഞ്ഞ്, നിങ്ങൾക്ക് ഒരു കാര്യം കൂടി അറിയോ, ഇന്നാണ് ആ ദിവസം. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ മിന്നിന്റെ ചേട്ടൻ വഴി തെറ്റി താഴെയുള്ള ആ മിന്ന് പറഞ്ഞ ഗൗണുള്ള സ്ഥലത്തേക്ക് എത്തുകയാണ്. ആ ചില്ലുകൂട്ടിലുള്ള ആ ഗൗൺ കണ്ടിട്ട് ഈ ചേട്ടൻ ചെക്കനാണെങ്കിൽ, ഇതൊക്കെ എന്ത് കോട്ടാണ്, ഇതൊക്കെ ആരെങ്കിലും ഇടൂന്നും ചോദിച്ചിട്ട് അവിടുന്ന് നേരെ വരാന്തയിലേക്ക് പോകുന്നു. ആ വരാന്തയിലൂടെ നടക്കുമ്പോ ഈ ചെക്കൻ അറിഞ്ഞില്ല വഴി തെറ്റി വേറെ എങ്ങോട്ടേക്കോ ആണ് പോകുന്നത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ വരാന്തയിൽ ഒരു നോട്ടീസ് ബോർഡ് കാണുന്നു. നോട്ടീസ് ബോർഡിലാണെങ്കിൽ ആ സ്കൂളിൽ വർക്ക് ചെയ്ത പ്രിൻസിപ്പൽമാരുടെ ഫോട്ടോ ആയിരുന്നു ഉള്ളത്. ഈ ചേട്ടൻ ചെക്കനാണെങ്കിൽ അവരുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോ എന്തിലോ തട്ടി താഴെ വീണ് ബോധം പോവാണ്. ഇവിടെ നമ്മുടെ മിന്നാണെങ്കിൽ പുതിയൊരു തള്ളുകഥ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്കൂളിൽ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്കാണെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ആ പുള്ളിക്കാരിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരാണ്. പുള്ളിക്കാരിയാണെങ്കിൽ അറ്റാക്ക് വരുമ്പോ കഴിക്കുന്ന ഒരു മരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അത് അന്വേഷിച്ചിട്ടിട്ട് കിട്ടിയതുമില്ല. ആ ടാബ്ലറ്റ് കിട്ടാത്തോണ്ട് തന്നെ പുള്ളിക്കാരി അതിദാരുണായിട്ട് മരിച്ചു പോന്നു. ഇപ്പോഴും ആ പാവം പ്രിൻസിപ്പളിന്റെ ആത്മാവ് ടാബ്ലറ്റ്
കിട്ടാനായിട്ട് ഇതിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മിന്നിന്റെ ചേട്ടനാണെങ്കിൽ ബോധം വന്ന് എണീറ്റ് നോക്കുമ്പോൾ പുള്ളിക്കാരന്റെ മുന്നിലുള്ള ഒരു വാതിലൂടെ ഒരു കൈ കാണുന്നു. എന്നിട്ട് അവിടുന്ന് ഒരു സൗണ്ടും വരികയാണ്, മോനെ അവിടെയുള്ള ആ മരുന്ന് ഒന്ന് എടുത്തു തരുമെന്ന്. ചേട്ടൻ ചെക്കനാണെങ്കിൽ ബോട്ടിലോ എവിടെ, അയ്യോ പാവം ഞാൻ എടുത്തു തരാലോ എന്നും പറഞ്ഞിട്ട് എല്ലാം അന്വേഷിക്കുമ്പോൾ ഒരു മരുന്നിന്റെ ബോട്ടിൽ കാണുന്നു. ഈ ചെക്കനാണെങ്കിൽ അതെടുത്തിട്ട് നന്മയുള്ള ലോകമേന്നൊക്കെ മനസ്സിൽ പാടിക്കൊണ്ട് മരുന്ന് കൊടുക്കാനായിട്ട് പോകുമ്പോ പിന്നിൽ നിന്ന് ദേ വേറൊരു സൗണ്ട് കേൾക്കുന്നു. ആ സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ മാർക്ക് കുറവാന്നും പറഞ്ഞിട്ട് ഒരു പെണ്ണ് ചാടി ചത്തു എന്ന് പറഞ്ഞില്ല, ആ പെണ്ണിന്റെ ആത്മാവ്. ഇത് കണ്ടപ്പോ ഈ ചേട്ടൻ ചെക്കനാണ്, ഇവിടെ എന്താ ഫാൻസി ഡ്രസ്സിന്റെ കോമ്പറ്റീഷൻ വല്ലതും നടക്കുന്നുണ്ടോ, എന്തായാലും ഈ മരുന്ന് കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് ആ പ്രിൻസിപ്പളിന് കൊടുക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും ഇവനൊരു മെസ്സേജ് വരികയാണ്. ആരാ നോക്കുമ്പോ ആരായിരിക്കും, ആ പുള്ളിക്കാരൻ ഇൻസ്റ്റഗ്രാമിലൂടെ വളയ്ക്കാൻ നോക്കുന്നില്ല ഒരു പെണ്ണ്, ആ അവള് തന്നെ. ഇവന്റെ ഇടതും വലതും രണ്ട് പ്രേതങ്ങൾ നിന്നിട്ടും അതിന്റെ ഒരു അഹങ്കാരവും കാണിക്കാതെ പ്രേതത്തിനെ മൈൻഡ് ചെയ്യാണ്ട് മറ്റേ പ്രേതത്തിന് മരുന്നും കൊടുക്കാണ്ട് ചാറ്റ് ചെയ്തോണ്ടേയിരിക്കാണ്. പ്രേതങ്ങൾക്കൊക്കെ കുറച്ചേലും റെസ്പെക്ട് കൊടുത്തൂടെയെന്ന് നമുക്ക് ഈ സീൻ കാണുമ്പോൾ തോന്നും. അതിലാണെങ്കിൽ ആ നെഞ്ചുവേന അമ്മച്ചീന്റെ ആത്മാവ് മോനെ ആ മരുന്ന് ഒന്ന് താടാന്ന് ചോദിക്കുമ്പോ ഒരു മിനിറ്റ് ഇതിപ്പോ തീരും, വെയിറ്റ് അവൾ ഇപ്പൊ യെസ് പറയൂന്നും പറഞ്ഞ് കാറ്റിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിൻസിപ്പളിന്റെ ആത്മാവാണെങ്കിൽ മോനെ ആ മരുന്ന് ഒന്ന് താടാ എന്ന് വീണ്ടും ചോദിക്കുമ്പോ ഈ ചേട്ടൻ ചെക്കന് ദേഷ്യം വന്നിട്ട് നിങ്ങൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ, നിങ്ങളെക്കാളും വയ്യാത്ത ഒരാൾ ദേ അപ്പുറത്ത് നിപ്പുണ്ട്, ഞാൻ ഈ മരുന്നേ അവക്ക് കൊടുക്കുമെന്നും പറഞ്ഞിട്ട് ആ റാങ്ക് കിട്ടാണ്ട് ആത്മഹത്യ ചെയ്ത പെണ്ണിന് ആയിട്ട് പോവാണ്. എന്നിട്ട് അവളോട് ഞാൻ വിചാരിച്ചു നീ ഏതോ ഫാൻസി ഡ്രസ്സിന് പങ്കെടുക്കാൻ വന്നാന്ന്, പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നിനക്ക് ഒട്ടും വയ്യാന്ന്. ഒരു കാര്യം ചെയ്യും, നീ തൽക്കാലം ഈ മരുന്നൊന്ന് കുടിക്കും, എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറയുന്നു. പിന്നിൽ നിന്നാണെങ്കിൽ ആ പ്രിൻസിപ്പളിന്റെ ആത്മാവ് എടാ പൊട്ട അതെന്റെ മരുന്നാ, ആ മരുന്ന് ഇങ്ങ് താടാന്ന് പറയുമ്പോ മിന്നിന്റെ ചേട്ടനാണെങ്കിൽ തരില്ല, നിങ്ങൾ നോക്ക് ഇവിടെ ഒരു പാവം പെണ്ണ് കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ, തരത്തില്ല എന്ന് പറഞ്ഞാൽ തരത്തില്ല എന്ന് പറയാണ്. അപ്പോഴാണ് നമ്മുടെ മിന്നെ വിളിച്ചിട്ട് നീ എവിടെയാ ഉള്ളത്, ആ ലാപ്ടോപ്പ് ഒന്ന് കൊണ്ടു തരുമെന്ന് ചോദിക്കുമ്പോ ഈ മിന്നിന്റെ ചേട്ടൻ ഞാൻ നിന്റെ സ്കൂളിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു. സ്കൂളിൽ എവിടെയാ ഉള്ളതെന്ന് മിന്നു ചോദിക്കുമ്പോൾ ഈ ചേട്ടൻ ആ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. നീ ബിൽഡിംഗ് മാറിയാ കയറിയിട്ടുള്ളത്, അങ്ങോട്ടൊന്നും ആരും പോവാറില്ല, നീ ഒരു കാര്യം ചെയ്യ് പുറത്തോട്ട് വാ, നിന്നെ കൂട്ടാൻ ഞാൻ അങ്ങോട്ട് വരാന്ന് മിന്നു പറയാണ്. അതേസമയം ആ പ്രിൻസിപ്പളിന്റെ പ്രേതം ഇവനോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു ഈ മിന്നിന്റെ ചേട്ടനെ പേടിപ്പിക്കാനായിട്ട് നോക്കുന്നു. ഈ മിന്നിന്റെ ചേട്ടനാണെങ്കിൽ ആ പ്രിൻസിപ്പളിനോട് ഇമ്മാരി കോപ്രായൊന്നും മേലെ കാണിച്ചു പോകരുത്, എന്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും അറിയില്ല എന്നും പറഞ്ഞ് പ്രേതത്തിനോട് നീ വാ വന്ന് എനിക്ക് വഴി കാട്ടിത്താന്നും പറഞ്ഞിട്ട് അവളെയും കൂട്ടി പുറത്തേക്ക് പോവാണ്. ഇവനാണെങ്കിൽ അവളെ ട്യൂൺ ചെയ്യാനൊക്കെ നോക്കുന്നു. മിന്നിന്റെ ചേട്ടനാണെങ്കിൽ വൈദവൈ ഞാൻ സിംഗിൾ ആണ് കേട്ടോ, മിംഗിൾ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി എന്ന് പറയുന്നു. ആണെങ്കിൽ ആ പ്രേതത്തിനോട് എന്തിനാ മുടി ഇങ്ങനെ ഇടുന്നേ, ഇങ്ങനെ ഇടുമ്പോ നിന്റെ മുഖം കാണാൻ പറ്റുന്നില്ല, പിന്നെ നീ കുളിക്കാറില്ലേ മൊത്തം ചളിയാണല്ലോ മേത്ത് എന്നൊക്കെ ചോദിക്കുന്നു. എന്തായാലും എന്റെ പെങ്ങളെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും, അവള് കണ്ടാ നമ്മുടെ കാര്യം മൊത്തം പാടി നടക്കും, നീ ഇപ്പൊ ഇവിടുന്ന് പൊക്കോ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാന്നും പറഞ്ഞിട്ട് ആ പ്രേതത്തിന് അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. പിന്നാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ ഇതെങ്ങോട്ടാ പോയതെന്ന് ചോദിക്കും. ഞാനിതേ ആ കാണുന്ന ബിൽഡിങ്ങിലേക്കാ പോയതെന്ന് ഈ ചേട്ടൻ പറയാണ്. പിന്നാണെങ്കിൽ അങ്ങോട്ടേക്കൊന്നും പോവല്ലേ, അവിടെ മൊത്തം പ്രേതങ്ങളാണെന്ന് പറയുന്നു, അവിടെ പോയവരൊന്നും ജീവനോടെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞു കേട്ടതെന്നും പറയാണ്. ചേട്ടനാണെങ്കിൽ നിന്റെ ഈ കള്ളക്കഥകളൊക്കെ ഇല്ലേ നിന്റെ ഫ്രണ്ട്സ് വിശ്വസിക്കും, പിന്നെ പ്രേതങ്ങൾ ഒന്ന് പോയേടി അവിടെ നിന്നും പറഞ്ഞിട്ട് ലാപ്ടോപ്പ് മിന്നു കൊടുക്കുകയാണ്. ഈ മിന്നാണെങ്കിൽ ആ ലാപ്ടോപ്പ് മേടിച്ച മോനെ ഇനി ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കിക്കൊള്ളാൻ പറയാണ്. ചേട്ടനാണെങ്കിൽ അല്ലേലും നമ്മളിപ്പൊ കരിവേപ്പില, ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ അവിടുന്ന് പോവാണ്. മിന്നാണെങ്കിൽ നേരെ സ്കൂളിലേക്കും പോകുന്നു. ഇതൊക്കെ അവിടെ നിന്ന് ഒരാൾ കാണുന്നുണ്ടായിരുന്നു, ആരാന്നല്ലേ ആ കോട്ട് കിട്ടാണ്ട് മരിച്ചില്ലേ ഒരു പെണ്ണ്, ആ പുള്ളിക്കാരിയുടെ ആത്മാവ് തന്നെ. പിന്നെ എത്തുന്നതിന്റെ മുമ്പേ ഈ പ്രേതപ്പെണ്ണ് അവളുടെ കൂട്ടുകാരികളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. നിന്റെ കൂട്ടുകാർ നോക്കുമ്പോ വൃത്തിയില്ലാത്ത രൂപം, അത് കണ്ടപ്പോ ഒരു പെണ്ണിന് പാവം തോന്നിയിട്ട് അയ്യോ നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. ഉഷ് ഒന്നുകൂടി ഒന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു പ്രേതമാണെന്ന്. അപ്പോഴാണ് നമ്മുടെ മിന്ന അങ്ങോട്ടേക്ക് വരുന്നത്. കൂട്ടുകാരികൾ നോക്കുമ്പോൾ മിന്നിന്റെ ബാക്കിൽ ഇതേ ഒരു രൂപം നിൽക്കുന്നു. അതാണെങ്കിൽ ആ പ്രിൻസിപ്പളിന്റെ പ്രേതമായിരുന്നു. പ്രിൻസിപ്പൾ ആണെങ്കിൽ മോളെ എന്റെ മരുന്ന് കണ്ടോ, ഒന്ന് തരുമോ പ്ലീസ് എന്ന് ചോദിക്കുന്നു. ഇത് കണ്ട് പേടിച്ചു പോയ മിന്നും അവളുടെ കൂട്ടുകാരികളും വേഗം അവിടുന്ന് പോവുകയാണ്. മിന്നാണെങ്കിൽ വേഗം അവളുടെ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ നീ വേഗം ഒന്ന് ഇങ്ങോട്ടേക്ക് വരൂ, ഞാൻ പഴയ ബ്ലോക്കിലേക്ക് പോയപ്പോഴേ എന്തേലും എടുത്തായിരുന്നോ ഒന്ന് ആലോചിച്ച് നോക്കെന്ന് പറയുന്നു. ഈ ചേട്ടനാണെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ട് ആ ഒരു മരുന്നിന്റെ ബോട്ടിൽ എടുത്തായിരുന്നു എന്ന് പറയും. എന്റെ പൊട്ട ആ മരുന്നിന്റെ ബോട്ടിൽ എവിടെയാ വെച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്റെ ലാപ്ടോപ്പിന്റെ ബാഗിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഈ മിന്നു പോയിട്ട് ബാഗ് തപ്പുമ്പോ ഇതില് ബോട്ടിലില്ല. വീണ്ടും ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ വേഗം പറ, ഞങ്ങളിവിടെ രണ്ട് ആത്മാക്കളുടെ ഇടയിലാണ് നിൽക്കുന്നത്, അത് കിട്ടിയില്ലെങ്കിൽ അതിലൊരാൾ ഞങ്ങൾ ഇന്ന് കൊല്ലൂന്ന് പറയുന്നു. ഈ ചേട്ടനാണെങ്കിൽ ഒന്ന്
പോയേടി അവിടുന്ന്, അവളുടെ ഒരു പ്രേതം. ഈ മിന്നാണെങ്കിൽ ശരി നീ എവിടെയാ ആ മരുന്ന് വെച്ചതെന്ന് പറ. ചേട്ടനാണെങ്കിൽ ഞാനിപ്പോ കുറച്ച് ബിസിയാ, നിന്നെ പിന്നെ വിളിക്കാം. അല്ലേലേ ഞാൻ തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ മരുന്ന് കുപ്പി എടുത്തു തരാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. എന്റെ പെങ്ങള് പറഞ്ഞല്ലേ അവളെ ഹെൽപ്പും ചെയ്യാം, മറ്റേ കുളിക്കാത്ത പെണ്ണിനെ ഒന്ന് കാണുകയും ചെയ്യാന്നും പറഞ്ഞിട്ട് വീണ്ടും ഈ ചേട്ടൻ ആ സ്കൂളിലേക്ക് പോവാണ്. എന്നിട്ട് ആ ഓൾഡ് ബ്ലോക്കിന്റെ വരാന്തയിലെത്തി മരുന്നിന്റെ ബോട്ടിൽ നോക്കുമ്പോൾ അവിടെ ഒരു പൂ കാണുന്നു. അതിന്റെ അപ്പുറത്താണ് ആ മരുന്ന് ബോട്ടിലുള്ളത്. ദേ കിടക്കുന്നു ആ മരുന്നിന്റെ ബോട്ടിലെന്നും പറഞ്ഞിട്ട് അത് എടുക്കാനായിട്ട് പോകുമ്പോ ചേട്ടന്റെ മുന്നില് അണിഞ്ഞൊരുങ്ങി സർവാഭരണ വിഭൂഷകിയായ ഒരു പ്രേതമാണെങ്കിൽ വവ്വാലിനെ പോലെ അവിടെ തൂങ്ങിക്കിടക്കുകയാണ്. ഇത് കണ്ടപ്പോ ഈ ചേട്ടനൊന്ന് ശരിക്കും ഞെട്ടിപ്പോന്നു. മേക്കപ്പ് കണ്ടിട്ടാണോ അതോ പ്രേതത്തിനെ കണ്ടിട്ടാണോ എന്നറിയില്ല. ഇവിടെയാണെങ്കിൽ ആ മിന്നിന്റെ അടുത്ത് ആ ചാടി വീണ് മരിച്ച പെണ്ണിന്റെ ആത്മാവില്ലേ, അവളെ പിടിക്കാനായിട്ട് വരികയാണ്. ഈ മിന്നാണെങ്കിൽ അവളുടെ കൂട്ടുകാരികളുടെ അടുത്ത് ഓക്കെ ഒരുമിച്ച് നിക്കണ്ട, 3 പേർക്ക് 3 മൂലയിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് 3 ദിക്കിലേക്ക് പോകാനായിട്ട് നോക്കുന്നു. ഈ മിന്നാണെങ്കിൽ ഗ്യാപ്പ് കിട്ടുമ്പോ ഒക്കെ അവളുടെ ചേട്ടനെ വിളിച്ചോണ്ടേ ഇരിക്കാം. ചേട്ടനോട് ചേട്ടാ സാധനം കിട്ടിയോന്ന് ചോദിക്കുമ്പോ സാധനമൊക്കെ കിട്ടി, പക്ഷെ ഇതേ ഇവിടെ പ്രേതം ഉണ്ടടി എന്ന് പറയുമ്പോ ഈ മിന്ന് അതല്ലടാ നിന്നോട് പറഞ്ഞത് ഇവിടെ പ്രേതം ഉണ്ടെന്ന്. ഈ ചേട്ടനാണെങ്കിൽ എടി ഇതൊക്കെ എന്ത് പ്രേതമാടി, കണ്ടാൽ തന്നെ പേടിയാവണമെന്ന് പറയുന്നു. നിക്ക് എന്തായാലും ഞാനത് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു പതിയെ ഈ ചേട്ടൻ ആ മരുന്നിന്റെ അടുത്തേക്ക് പോകാനായിട്ട് നോക്കുകയാണ്. അവനാണെങ്കിൽ അത് എടുക്കാൻ നോക്കുമ്പോഴേക്കും പിന്നെ വീണ്ടും വിളിക്കുകയാണ്. ഈ ചേട്ടനാണെങ്കിൽ ഫോൺ എടുത്തിട്ട് നിന്നോടല്ലേ പറഞ്ഞത് ഞാനത് എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. മെല്ലെ ആ മരുന്നിന്റെ അടുത്തേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ വീണ്ടും ഒരു കോള് വരികയാണ്. ഈ ചേട്ടനാണെങ്കിൽ ആ ഫോൺ എടുത്ത് 4 തെറി അങ്ങ് പറയുന്നു. എന്നിട്ട് ആ ഫോണിലേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും കാലം അവൻ കാത്തിരുന്ന് അളയ്ക്കാൻ നോക്കിയ ആ പെണ്ണായിരുന്നു വിളിച്ചത്. അവളെയാണ് ഇവൻ ഈ തെറി മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ചേട്ടനാണെങ്കിൽ മനസ്സിൽ ആ ദുഃഖമല്ല ഒളിപ്പിച്ച് വെച്ചിട്ട് ആ ബോട്ടിൽ എടുക്കാനായിട്ട് നോക്കുന്നു. പക്ഷെ ആ ബോട്ടിൽ എടുക്കാനായിട്ട് പറ്റുന്നുമില്ല. നമ്മുടെ മിന്നാണെങ്കിൽ ഒരു ട്രിക്കും ഈ പ്രേതത്തിനടുത്ത് വില പോകുന്നില്ലല്ലോ എന്നും പറഞ്ഞ് നേരെ വരാന്തയിലേക്ക് ഓടിപ്പോവാണ്. ഈ ചേട്ടനാണെങ്കിൽ പ്രണയവും പോയി ജീവിതവും പോയി, സ്വന്തം അനിയത്തിനെയും രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കും. ഇനി എന്ത് വന്നാലും ശരി ഞാൻ ആ ബോട്ടിൽ എടുക്കുമെന്ന് മനസ്സിലുറപ്പിച്ച് നേരെ സ്കൂട്ടർ എടുത്തിട്ട് ആ വരാന്തയിലേക്ക് പോവാണ്. പ്രേതമാണെങ്കിൽ ചിരിച്ചോണ്ട് അവിടെ തൂങ്ങിക്കിടക്കുകയാണ്. ഈ ചേട്ടനാണെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് കൊല്ലൂടി, നീ കാരണേ എനിക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായതെന്നും പറഞ്ഞിട്ട് നേരെ ആ സ്കൂട്ടറും കൊണ്ടുപോയിട്ട് ആ ബോട്ടിൽ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് നേരെ മിന്നിന്റെ അടുത്തേക്ക് പോകുന്നു. മിന്നിന്റെ പിന്നിലാണെങ്കിൽ ആ പ്രിൻസിപ്പളിന്റെ ആത്മാവും ഉണ്ട്. ഈ ചേട്ടനാണെങ്കിൽ ആ ബോട്ടിലാണെങ്കിൽ ആ പ്രിൻസിപ്പളിന് എറിഞ്ഞു കൊടുക്കുകയാണ്. ആ പ്രിൻസിപ്പൾ ആണെങ്കിൽ അത് കറക്റ്റ് ക്യാച്ച് പിടിക്കുന്നു. എന്റെ മരുന്ന് കിട്ടി, ഇത് നിനക്ക് നേരത്തെ തന്നൂടായിരുന്നോ എന്നും ചോദിച്ചിട്ട് ആ പുള്ളിക്കാരിന്റെ ആത്മാവോടുന്ന് പോവാണ്. ഇവരാണെങ്കിൽ എല്ലാം കഴിഞ്ഞല്ലോ എന്നുള്ള സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കും. നമ്മുടെ മിന്നിനെ ആ ചാടി മരിച്ച പെണ്ണിന്റെ ആത്മാവ് തൂക്കിയെടുക്കുകയാണ്. ഈ ചേട്ടനാണെങ്കിൽ ഇതിനെ ഇപ്പൊ എങ്ങനെയാ ഡീൽ ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ട് ഫോൺ എടുത്തിട്ട് ആ പ്രേതത്തിന്റെ ഫോട്ടോ അങ്ങ് എടുക്കുകയാണ്. അപ്പൊ ആത്മാവ് ഒന്നടങ്ങുകയാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാർക്ക് വാങ്ങിയിട്ട് ആ കോട്ട് ഇട്ടിട്ട് എല്ലാവരുടെ കൂടെ നിന്നിട്ട് ഒരു നല്ല ഫോട്ടോ എടുക്കണം എന്നായിരുന്നു ഈ പെണ്ണിന്റെ ആഗ്രഹം. എന്തായാലും ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ചേട്ടനും മിന്നിന്റെ കൂട്ടുകാരികളും അവളുടെ ആഗ്രഹം അങ്ങ് നടത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ പ്രേതത്തിന്റെ കൂടെ നിന്നിട്ട് സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ ആ ആത്മാവിന് ശാന്തി ലഭിക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് ഒതുക്കിയിട്ട് ഇവര് പുറത്തേക്ക് വരികയാണ്. പിന്നെ ഇതുപോലുള്ള കഥകൾ കേൾക്കണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്നുള്ള ബട്ടണും കൂടി ഞെക്കുക. എന്നാലേ ഞാനിടുന്ന കഥകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കഥകളാണ് വേണ്ടതെന്നുള്ളതും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ബൈ.